തീരദേശ ഹർത്താൽ നടക്കുകയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ്? അല്ലത് വളരെ ഗൗരവതരമായൊരു പ്രശ്നമാണ്. കാരണം 12 നോട്ടിക്കൽ മൈലിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും കടൽ മണൽ ഖനനം നടത്താനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്. അതായത് 48 മീറ്റർ തൊട്ട് 62 മീറ്റർ വരെ ആഴത്തിൽ ചെയ്യാൻ ഇപ്പോൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കൊല്ലം എന്ന് പറയുന്നത് കൊയിലോൺ ബാങ്ക് എന്ന് പറയും. കൊല്ലം പരപ്പാണ് ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യസമൃദ്ധിയുള്ള സ്ഥലം. അതിലെ ഫ്ലോറ ആൻഡ് ഫോണ മുഴുവൻ സസ്യ ജന്തുജാലങ്ങളും നശിച്ച് മത്സ്യത്തിൻ്റെ പ്രജനനം മുഴുവൻ പോയി, മുഴുവൻ മത്സ്യവും പോകും. മാത്രമല്ല അവിടെ വലിയ ധാതു നിക്ഷേപമുണ്ട്, ഇൽമനൈറ്റ് റൂട്ടൈലുണ്ട്, വലിയ കച്ചവടമാണ് നടക്കുന്നത്. 745 ദശലക്ഷം ടണ്ണ് ആണ് കേരള തീരത്തുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ മണ്ണ് 1 ദശലക്ഷം ടണ്ണിന് 4700 കോടി രൂപയാണ്. 10,000 കോടി രൂപയുടെ കച്ചവടമാണ്. അതിന് സംസ്ഥാന ഗവൺമെൻറ് കൂട്ടുനിന്നിട്ടുണ്ട്. ഇവിടെ റോഡ് ഷോയുമായിട്ട് മൈനിങ് വകുപ്പിൻ്റെ ആളുകൾ ഇവിടെ വന്നപ്പോൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. സംസ്ഥാനത്തെ വ്യവസായ സെക്രട്ടറി അടക്കം അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർ ഈ മൈനിങ്ങിന് വേണ്ടി വന്നവർക്ക് കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ KMML നിന്ന് അവർക്ക് പണം കൊടുത്തിട്ടുണ്ട് ചെലവിന്. അപ്പോൾ സർക്കാർ ഞാൻ നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളതിനെ എതിർക്കും എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ എതിർക്കുകയല്ല, സഹായിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും കടൽ മണൽ ഖനനം നടത്താൻ സമ്മതിക്കില്ല. ലക്ഷക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലേക്ക് പോകും. പാരിസ്ഥിതികമായ ആഘാതം ഉണ്ടാവും. കാരണം കേരളത്തിൻ്റെ തീരപ്രദേശങ്ങൾ കടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന വീട് അടുത്ത മൺസൂണിൽ കാണില്ല. ഭയങ്കരമായ തീരശോഷണം സംഭവിക്കുന്ന സംസ്ഥാനമാണ് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട്. ആ സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിൽ ഇത്രയും ആഴത്തിൽ 60 മീറ്ററൊക്കെ ആഴത്തിൽ മണലെടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ആഘാതം തീരപ്രദേശത്തുണ്ടാവും. ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കില്ല.